ഹായ് ഫ്രണ്ട്സ്, സൗഹൃദ മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ ഹൈറിച്ചിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. എല്ലാ ഹൈറിച്ച് മെമ്പേഴ്സിനും നമസ്കാരം. നമ്മളുടെ കേസ് ആകെ വഴിമുട്ടി നിൽക്കുന്ന ഒരവസ്ഥയിലായിരുന്നു. ഇപ്പോൾ ദൈവദൂതന്മാരെ പോലെ പുതിയ വക്കീലന്മാർ നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ട് അവതരിച്ചു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പോൾ അവരുടെ പ്രവർത്തന ഫലമായിട്ട് ഹൈറിച്ചിൻ്റെ മേലുള്ള എല്ലാ കേസുകളും ഭംഗിയായി അവസാനിപ്പിക്കാൻ സാധിക്കുന്നുള്ളൊരു പ്രതീക്ഷയാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. അതുപോലെ തന്നെ സംഭവിക്കട്ടെ എന്ന് സൗഹൃദ മീഡിയ പ്രാർത്ഥിക്കുകയാണ്. വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയിട്ടാണ് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിലെ മെമ്പർമാർ ജീവിതം തള്ളി നീക്കുന്നത്. പലർക്കും പല കാര്യങ്ങളും അവസ്ഥകളൊക്കെ ആവുമല്ലോ. ഹൈറിച്ചിൻ്റെ പല മെമ്പേഴ്സിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്, കഷ്ടമാണ്. അപ്പോൾ അവർക്കൊക്കെ ഒരു പ്രതീക്ഷ ഹൈറിച്ചിനെ കുറിച്ച് ഉള്ള കേസുകൾക്കൊക്കെ നല്ലൊരു വിധി വരിക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആ നല്ലൊരു അനുകൂലമായ വിധി അല്ലാതെ മറ്റൊന്നും അവരുടെ പ്രയാസങ്ങൾക്കും കഷ്ടപ്പാടിനും ബുദ്ധിമുട്ടിനൊന്നും ഒരു പരിധി വരെയും താങ്ങും തണലാവാൻ സാധിക്കില്ല. ഒരു അഭിപ്രായത്തിനും അവരെന്നെ സ്വാതന്ത്ര്യമിക്കാൻ സാധിക്കില്ല. അപ്പോൾ സൗഹൃദ മീഡിയ ഈ വീഡിയോ സമർപ്പിക്കുന്നത് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിലത്തെ മെമ്പേഴ്സിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ചില പാകപ്പിഴവുകളൊക്കെ വരാം. അപ്പോൾ നല്ല രീതിയിൽ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങളൊക്കെ ഞങ്ങൾക്ക് തരാം. നല്ല അഭിപ്രായങ്ങൾ ഞങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണ്. അപ്പോൾ ആ ഒരു വലിയ അഭിപ്രായം കൂടി ഈ വീഡിയോയിൽ നിങ്ങൾക്ക് മുന്നിൽ പറയാണ്. പിന്നെ എല്ലാ തരത്തിലുള്ള കോടതി വ്യവഹാരങ്ങളൊന്നും സൗഹൃദ മീഡിയയ്ക്ക് പറയാനും അറിയാനും സാധ്യമായിക്കൊള്ളുന്നില്ല. നമ്മൾക്ക് പറ്റാവുന്ന കാര്യങ്ങൾ ഈ സൗഹൃദ മീഡിയയിലൂടെ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിൽ ലീഡേഴ്സിനും മെമ്പേഴ്സിനും എൻ്റെ അറിവിലേക്ക് വേണ്ടിയിട്ട് അവർക്ക് ഒരാശ്വാസം, ഇനി എന്ത് എന്ന് ജീവിതം വഴിമുട്ടി നിൽക്കുന്ന മെമ്പർമാരൊക്കെ ഉണ്ടാവാം. അവർക്കൊരാശ്വാസമാണ് ഞങ്ങളുടെ വാക്കുകളെങ്കിൽ അത്രയും നല്ലൊരു കാര്യം വേറെ ഇല്ലല്ലോ എന്നൊക്കെ കരുതിയാണ് ഞങ്ങൾ ഈ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിക്ക് വേണ്ടിയിട്ട് സൗഹൃദ മീഡിയ ഈ വീഡിയോ ചെയ്യുന്നത്. അതല്ലാതെ വലിയ കാര്യസാധ്യത്തിനും പ്രചരണത്തിനും വേണ്ടിയിട്ടൊന്നും ചെയ്യുന്നതല്ല. എല്ലാവരും സാധാരണക്കാരും സാധാരണക്കാരിൽ സാധാരണക്കാരൊക്കെ ആവാനാണ് കൂടുതൽ സാധ്യത. എന്നാൽ ഇതിൽ സമ്പന്നരും ഉണ്ടാവാം, ഇല്ല എന്നല്ല. അപ്പോൾ എല്ലാവർക്കും ഒരാശ്വാസമായാൽ അത്രയും നല്ലതല്ലേ. അതാണ് സൗഹൃദ മീഡിയ ആഗ്രഹിക്കുന്നത്. സൗഹൃദ മീഡിയയുടെ പല വീഡിയോയ്ക്കും ശ്ലീലമല്ലാത്ത കമൻറ്റുകൾ വരാറുണ്ട്. നിങ്ങൾക്ക് വല്ല പണിക്കും പോയിക്കൂടെ എന്ന് പറയാറുണ്ട്. ഞങ്ങൾക്ക് പണികളുണ്ട്. ഞങ്ങൾ ആ പണികൾ കഴിഞ്ഞിട്ടുള്ള സമയത്താണ് ഞങ്ങൾ ഇങ്ങനെ ചില കാര്യങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അല്ലാതെ ഒരു പണിയില്ലാതെ ആളുകളല്ല. ഞങ്ങൾ പകൽ സമയങ്ങളിൽ ഒരു ടൈം ടു ടൈം ഞങ്ങളുടെ പണികളൊക്കെ കഴിഞ്ഞ് ബാക്കിയുള്ള നമ്മളെ വിശ്രമ സമയം ഇതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ചിലവഴിക്കുകയാണ്. അപ്പോൾ അതാണ് കൂടുതലും ഞങ്ങൾ ഈ രാത്രി സമയങ്ങളിൽ വീഡിയോ ചെയ്യാനുള്ള കാരണം. പിന്നെ പകൽ സമയങ്ങളിൽ ഒഴിവ് കിട്ടുമ്പോൾ അപ്പോഴും ഞങ്ങൾ ചെയ്യാറുണ്ട്. ഇന്നത്തെ കാലത്ത് ആരെയും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല. ആരും ആരുടെയും സങ്കടങ്ങൾ, കഷ്ടപ്പാട്, ബുദ്ധിമുട്ടൊന്നും പരസ്പരം മനസ്സിലാക്കാൻ ശ്രമിക്കാത്തൊരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളേവരും കടന്നു പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ഈ സമയം കണ്ടെത്തിക്കൊണ്ട് മറ്റുള്ളവരുടെ സങ്കടത്തിലും ദുഃഖത്തിലും പങ്കുചേരുകയാണ്. അവർക്കൊരു സാന്ത്വനമാവാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ സമയം കണ്ടെത്തിയിട്ട് ഞങ്ങൾ ഇത്തരം വീഡിയോകൾ ചെയ്യാൻ ഞങ്ങളെ പ്രേരിപ്പിക്കുന്നത്. ഞങ്ങളുടെ വീഡിയോയ്ക്ക് ചില പോരായ്മകളൊക്കെ ഉണ്ടാവും. അത് അത്തരത്തിൽ കാണാനും വിലയിരുത്താനും സാധിക്കാച്ചാൽ
പ്രശ്നങ്ങളൊന്നുമില്ല. എന്തിലും പ്രശ്നങ്ങൾ കാണാൻ ശ്രമിക്കാച്ചാൽ എല്ലാം പ്രശ്നങ്ങൾ തന്നെയാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ളൊരു കാഴ്ചപ്പാടും കണക്കൂട്ടലും പാടില്ല എന്നാണ് ഞങ്ങളൊരു അഭിപ്രായം. ഹൈറിച്ച് തിരിച്ചു വരണം തന്നെയാണ് ഞങ്ങളുടെ ശക്തമായ ആഗ്രഹം. അത് തിരിച്ചു വരിക തന്നെ ചെയ്യും. ഹൈറിച്ചിൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഒരു സത്യസന്ധത ഉള്ളൊരു പ്രവർത്തനമാണല്ലോ. അപ്പോൾ ആ സത്യസന്ധതേനെ എത്ര കണ്ട് മൂടി ഉറപ്പിച്ചു വെച്ചാലും അത് ഒരു നാൾ പുറത്തു വരിക തന്നെ ചെയ്യില്ലേ. അപ്പോൾ ഈ പുതിയ വക്കീലന്മാരുടെ രംഗപ്രവേശം കൊണ്ട് അതിന് സാധ്യമാവട്ടെ, അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടു കൂടി സൗഹൃദ മീഡിയ ഈ വീഡിയോ എല്ലാ മെമ്പേഴ്സിൻ്റെ മുന്നിലും സമർപ്പിക്കുകയാണ്. ഏവർക്കും നമസ്കാരം.